അനുമോളോട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് സ്റ്റാർ മാജിക്കിൽ. അപ്പൊ അവിടെ കാണിക്കുന്ന അതേ ക്യാരക്ടർ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുള്ളിക്കാരത്തി കാണിക്കുന്നത്. നമ്മൾ അഭിനയം തന്നെ അടി കൊണ്ടിട്ടും അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചത് എനിക്ക് പല പ്രാവശ്യം അടി കൊണ്ടു, ഞാൻ അടിച്ചത് പലർക്കും കൊണ്ടു. ഇത് തെർമോക്കോളാണ്, ഇത് വേദനിക്കില്ല. ഇവിടെ ഇതിനകത്ത് വന്നതിന് ശേഷം എന്ന് പറയുന്നത് കുറേ റിയൽ ഫേസ് കൂടെ പുറത്തോട്ട് വരും. ഞാൻ സ്റ്റാർ മാജിക് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം, ഈ സ്റ്റാർ മാജിക്കിലെ പ്രോഗ്രാമിന് പലർക്കും യൂട്യൂബിൽ അവരവരുടേതായ ഫോളോവേഴ്സ്. അപ്പോൾ എനിക്കെതിരെ അതിനകത്തുള്ള കുറേ പേര് കളിച്ചിട്ടാണ് പിന്നെ എനിക്ക് സ്റ്റാർ മാജിക്കിൽ പോകാൻ പറ്റാതായത്. പക്ഷെ ഷാനവാസിൽ കുറച്ച് ആക്ടിങ് അല്ലേ, ഓവർ ആക്ടിങ് ആയിട്ട് അങ്ങനെ ഒരു എണ്ണം തോന്നി. ഷാനവാസ് ഹൗസിനുള്ള റിയൽ അല്ലാത്തതുപോലെ ഒരു ആക്ടിങ്ങിന്റെ ഭാഗമായിട്ട് പോകുന്ന പോലെ എപ്പോൾ നോക്കിയാലും ഒരു മീശയൊക്കെ പിരിച്ച് ക്യാരക്ടറായിട്ട് ആ പറഞ്ഞ കറക്റ്റാണ്, ആ ലെവലിൽ ബിഹേവ് ചെയ്യുന്നത്. നാച്ചുറലായിട്ട് വേണം ഇതിനകത്ത് നിൽക്കാൻ. എപ്പോഴും 16 ലക്ഷം രൂപ PR കൊടുത്തിട്ടാണ് അനുമോൾ അകത്ത് കയറിയത്. 16 ലക്ഷം കൊടുക്കാനുള്ള കപ്പാസിറ്റി അനുവിനുണ്ടോ? 1 ലക്ഷം 2 ലക്ഷം അല്ല, 50 ലക്ഷം രൂപയുടെ മത്സരത്തിന് പണമുള്ളവർ കുറെ ഏജൻസികളെ ഏൽപ്പിച്ച് ഇവര് പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി. ഇവരെന്ത് കാട്ടിക്കൂട്ടിയാൽ PR എന്ന് പറയുന്ന ആൾക്കാർ ഇവർക്ക് കൊടി പിടിച്ചുകൊണ്ട് വെള്ള പൂശാനായിട്ട്, അത് തെറ്റാണ്. സിന്നി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ കാര്യമാണ്, അനുമോള് തന്നോട് പറഞ്ഞു 16 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. അനുമോൾക്ക് ചില വീഡിയോകളുടെ താഴെ എന്നെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് തെറി പറഞ്ഞിട്ട് ആ മത്സരാർത്ഥിയുടെ പേരെടുത്ത് പൊക്കി പറയുമ്പോൾ നമ്മള് കഞ്ഞിവെള്ളം കുടിക്കുന്നല്ലേ. പ്ലാച്ചിയെ കൊണ്ട് കൂടോത്രമാണ്, എനർജി വീട്ടിലുണ്ട്. അല്ല, കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ട്. കൂടോത്രങ്ങളാണെങ്കിലും ആഭിചാരങ്ങളാണെങ്കിലും ഇത് സൃഷ്ടിച്ച ആളിനെയും കുടുംബത്തിനും തന്നെ ഇത് തിരിച്ചടിക്കും. പ്ലാച്ചിയെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് എനിക്ക് കുറെ തെറി കിട്ടിയെങ്കിൽ തെറി വിളിച്ചത് ആരായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് മനസ്സിലാക്കി ചിന്തിച്ചാൽ ക്ലിയർ ആവുമല്ലോ. സാറിന്റെ സീസൺ എല്ലാവരും ഒറ്റപ്പെടുത്തിയ പോലെ സീസണിൽ അനീഷ് ഒറ്റപ്പെട്ടതുപോലെ സാറിന് തന്നെ അനീഷിൽ കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അനീഷിന്റെ കാര്യത്തിൽ അനീഷ് ഒരേ വാക്ക് പലവട്ടം പറഞ്ഞു പോകാതെ ഇരുന്നിരുന്നുവെങ്കിൽ അനീഷ് കുറെ കൂടെ മെച്ചപ്പെട്ടൊരു ലെവലിലേക്ക്. എല്ലാവരും കൂട്ടിച്ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോഴും കൂട്ടിച്ചേരാതെ നിൽക്കുന്നതിനേക്കാൾ കൂടിച്ചേർന്ന് നിന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും കളിക്കുകയും ചെയ്യുന്നാൽ കുറച്ചുകൂടെ മെച്ചമാകുമായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ കുറേ കാര്യങ്ങൾ ഞാനുമായിട്ട് സിമിലറൈസ് ചെയ്ത് പോകുന്നതായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പുറത്ത് ക്യാമറയിലൂടെ കണ്ടാലും അകത്ത് ക്യാമറയുടെ വന്നാലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ നടക്കുക എന്നുള്ള. പിന്നെ എന്തെങ്കിലും ബഹളം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇരുന്നുകൊണ്ട് PR ഇല്ല എന്ന് ഞാൻ എണ്ണി ഏകദേശം 16-17 പ്രാവശ്യം ഞാൻ എണ്ണിയിട്ട് പിന്നെ ഞാൻ നിന്നു.